ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകൾ, സ്റ്റോക്ക് ന്യൂസുകൾ, നിഫ്റ്റിയുടെ അനാലിസിസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അനാലിസിസ് ഇൻ ദ സെൻസ് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ചാനൽ നിങ്ങൾ സജക്റ്റ് ചെയ്യണം, ചാനൽ കാണാൻ പറയണം. കാരണം എല്ലാ ദിവസവും രാവിലെ 7 വൈകിട്ട് 7 മണിക്കും കൃത്യമായിട്ട് പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റും നമ്മൾ ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ മാർക്കറ്റ് സമയത്ത് ന്യൂസ് ലഭിക്കാനായിട്ട് നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. IPO, ഡിവിഡൻഡ്, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടാനായിട്ട് നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ആക്സസ് ചെയ്യാം. ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. അപ്പോൾ പക്ഷേ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ പേരിന് സമാനമായിട്ടുള്ള സ്പാം ഗ്രൂപ്പുകളെല്ലാം ഉണ്ടാവാം. നിങ്ങൾ തെറ്റായ രീതിയിൽ റീഡയറക്റ്റ് ചെയ്യപ്പെടാം. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ എന്താ കണ്ടത്? കഴിഞ്ഞ ആഴ്ചയിൽ HDFC ബാങ്ക് MSIയെ റീസ്ട്രക്ചർ ചെയ്ത കാരണം ഏകദേശം ഒരു $4 ബില്യൺ ഈ ഒരു കമ്പനിയിലേക്ക് വരുമെന്നുള്ള കാരണം കൊണ്ട് ശക്തമായിട്ട് ആദ്യം റാലി രേഖപ്പെടുത്തി. പിന്നീട് ഇവരുടെ തന്നെ ബിസിനസ് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഡെപ്പോസിറ്റ് എല്ലാം തന്നെ കുറഞ്ഞത് കാരണം സ്റ്റോക്ക് ഗണ്യമായ രീതിയിൽ ഫോളായി. രക്ഷകനായിട്ട് റിലയൻസ് എത്തി. റിലയൻസിൻ്റെ ഭാഗത്തുനിന്ന് ജിയോയുടെ IPO 55,500 കോടി രൂപയുടെ IPO വരുമെന്നുള്ള ന്യൂസ് കാരണം വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ റിലയൻസ് ഒരൊറ്റ കമ്പനി ഈ നിഫ്റ്റീനെ ഫർദറായിട്ട് ഫോളോ ആവാതെ പിടിച്ചു നിർത്തി. ഇനീഷ്യലി ഈ ഒരു നമ്മളുടെ IT സെക്ടറെല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും അവസാന സമയങ്ങളിൽ ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. സിമെൻറ്റ് സ്റ്റോക്കുകളും അതുപോലെ അതിൽ തന്നെയാണ് അവസ്ഥ. ശക്തമായ റാലി രേഖപ്പെടുത്തിയതിനു ശേഷം അവസാന ദിവസങ്ങളിൽ ചെറിയ തോതിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. FIIs കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം നെറ്റ് ബയേഴ്സ് ആയിരുന്നു 6,600 കോടി രൂപക്ക് അവർ നെറ്റ് ബൈ നടത്തിയിട്ടുണ്ട്. DIIs കഴിഞ്ഞ ആഴ്ചയിൽ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു 348 കോടി രൂപ. ഇതാദ്യമായാണ് ഏറെ നാളുകൾക്ക് ശേഷം DIIs സെല്ലേഴ്സ് ആവുകയും FIIs ബയേഴ്സ് ആവുകയും ചെയ്തത്. വീക്കിലി അടിസ്ഥാനത്തിൽ നമുക്കതെല്ലാം തന്നെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. UK ഇലക്ഷൻ വന്നു, ഇലക്ഷനിൽ അട്ടിമറികൾ നടന്നു. അപ്പോൾ അത് ആ ഒരു കാര്യം നടന്നു. എന്നാൽ ഇനിയും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരാഴ്ചയിലേക്ക് വരുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, US ഇൻഫ്ലേഷൻ ഡേറ്റ, UK GDP ഡേറ്റ, അങ്ങനെ ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകൾ നിറഞ്ഞ ഒരാഴ്ചയാണ് ഈ ഒരാഴ്ചയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളും നമ്മൾ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. മൺഡേ ഓപ്പണിംഗ് 24,078. വീക്കിലി അടിസ്ഥാനത്തിൽ 285 പോയിന്റ് ഉയർന്ന് 24,316 ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ഇനി FIIസിൻ്റെ DIIസിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ആദ്യം DIIs ആണ്. DIIs കാണാം. തിങ്കളാഴ്ച ദിവസം 3,917 കോടി രൂപക്ക് ബൈ, ചൊവ്വാഴ്ച 648 കോടി രൂപക്ക് ബൈ. എന്നാൽ തുടർച്ചയായി ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവർ സെല്ല് നടത്തി. നെറ്റ് സെല്ല് 348 കോടി. FIIs നോക്കാം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 2,426 കോടി രൂപയുടെ സെല്ല്, തുടർന്ന് 5,483 കോടി രൂപയുടെയും 2,575 കോടി രൂപയുടെയും 1,241 കോടി രൂപയുടെയും ശക്തമായ ബൈ നടത്തി. 6,000 കോടി രൂപയുടെ നെറ്റ് ബൈ ആണ് അവിടെ നടത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ വീക്കിലി അടിസ്ഥാനത്തിൽ ഇൻഫോസിസ്, ONGC, HCL ടെക്, വിപ്രോ, കോൾ ഇന്ത്യ തുടങ്ങിയ കമ്പനീസ് 4 മുതൽ 5% വരെയുള്ള റാലി രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും പോസിറ്റീവ് അടച്ചു. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. ഏഷ്യ മിക്സ്ഡ് ആയിരുന്നു. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ രണ്ടാമത് $2,391 പെർ ഔൺസ്. $34 ഗോൾഡ് സ്പൈക്ക് ചെയ്തത്. ഗോൾഡ് $2,400 എത്തി നിൽക്കുകയാണ്. ഏകദേശം $2,300 പെർ ഔൺസിൽ താഴെ പോയതായിരുന്നു ഗോൾഡ്. ബിറ്റ്കോയിൻ 56,500. ബിറ്റ്കോയിൻ നോക്കേണ്ട കാര്യമില്ല. ബിറ്റ്കോയിൻ 24 മണിക്കൂറും ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഗ്ലോബൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയിൽ HDFC ബാങ്ക് ഏറ്റവും മിഡിലായിട്ട് കാണാം. 7% ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ HDFC ബാങ്ക് വരും ദിവസങ്ങളിൽ വീണ്ടും അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ഇനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. സ്പോട്ട് 24,323 ഉള്ളത്. മേജർ സപ്പോർട്ട് 24,200, 24,000. റെസിസ്റ്റൻസ് 24,500, 24,700. ബാങ്ക് നിഫ്റ്റി സ്പോട്ടുള്ളത് 52,660. PCR പക്ഷേ 0.71 ആണ്. റെസിസ്റ്റൻസ് 53,000, സപ്പോർട്ട് 52,500, 52,000 ആണ് മേജർ സപ്പോർട്ട് സോൺ ഉള്ളത്. അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റിൽ US മാർക്കറ്റിൽ കാണാം. ചൊവ്വാഴ്ച ദിവസം ജെറോം പവലിൻ്റെ സ്പീച്ച്, ഇന്ത്യൻ സമയം 8:30. പിന്നെ ജൂലൈ 10 ബുധനാഴ്ച ദിവസം US നിന്ന് ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് സമയോടെ ഉണ്ട്. ജൂലൈ 11 US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ, ജർമ്മനി ഇൻഫ്ലേഷൻ, UK GDP ഡേറ്റ. വെള്ളിയാഴ്ച ദിവസം US നിന്ന് PPI ഡേറ്റ, ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ 5:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഞാനിപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മുടെ വെബ്സൈറ്റിൽ അതെല്ലാം തന്നെ ലഭ്യമാണ്. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യമുള്ളത്
യൂണിയൻ ബാങ്കാണ്. യൂണിയൻ ബാങ്ക് അവരുടെ ബിസിനസ് ഡെപ്പോസിറ്റ് 8.5% വർദ്ധിച്ചു. അഡ്വാൻസ് 11% വർദ്ധിച്ചു. ബജാജ് ഓട്ടോ അവർ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ CNG ബൈക്ക് അവർ ലോഞ്ച് ചെയ്തു. തുടർന്ന് അവർ CNG 3 വീലേഴ്സും അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ ലാൻഡ് റോവറിൻ്റെ റിപ്പോർട്ട് വന്നു. സെയിൽസ് 5% വർധനവ് രേഖപ്പെടുത്തി. സിഗ്നിറ്റി ടെക്നോളജി കമ്പനീസ് കോഫോർജ് ഇവരുടെ സ്റ്റേക്ക് 28% വർദ്ധിച്ചു ഇതായിട്ടുള്ള ന്യൂസ്. അദാനി വിൽമർ ഇവരുടെ 13% വോളിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഷീല ഫോംസ് കമ്പനി ഈ ഒരു ബെഡിൻ്റെ എല്ലാം തന്നെ നിർമ്മാതാക്കളാണ്. ഇവരുടെ സെയിൽസ് 10% ഒരു ഉയർച്ച കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് അഡ്വാൻസ് 16%, ഡെപ്പോസിറ്റ് 15% വർദ്ധിച്ചു. ടൈറ്റാൻ കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം കൊഡാക്ക് ടൈറ്റാനെ ഡൗൺഗ്രേഡ് ചെയ്തിരുന്നു. കൊഡാക്കിൻ്റെ ബിസിനസ് റിപ്പോർട്ട് വന്നപ്പോഴും ഇവരുടെ സെയിൽസ് മ്യൂട്ടഡ് ആണ്. ഗോൾഡ് വില ഉയർന്നിരിക്കുന്നു. ഗോൾഡ് സെല്ല് ചെയ്യുന്ന ദിവസങ്ങൾ കുറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് വലിയ തോതിലുള്ള ഒരു ബിസിനസ് റിപ്പോർട്ട് ടൈറ്റാനില്ല. സെയിൽ ഏകദേശം ഒരു 6500 കോടി രൂപയാണ് ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് കമ്പനി മുടക്കുന്നത് എന്നുള്ള ന്യൂസ്. IPO വരുമ്പോൾ ബെൻസാലി വയർ ഇൻഡസ്ട്രീസ് കമ്പനി 56 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. സാഗിൾ പ്രീപെയ്ഡ് ഓഷൻ കമ്പനി ഹീറോ മോട്ടോ കോർപ്പായിട്ട് ഇവർ ടൈപ്പ് ചെയ്ത് പുതിയ ബിസിനസ് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു. ഫെഡറൽ ബാങ്ക് ബജാജ് അലയൻസ് ആയിട്ട് ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ബജാജിൻ്റെ എല്ലാം തന്നെ ഡെപ്പോസിറ്റ് എല്ലാം തന്നെ ഉയർന്ന ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. SBI കാർഡ് CEO റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ്. ടാറ്റ പവർ ഇവർ UPയിൽ എല്ലാ വീടുകളുടെ മുകളിൽ ഈ ഒരു സോളാർ ഘടിപ്പിക്കുന്ന ഒരു പുതിയ ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗർ സോളാർ എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. ക്വിക്കി ഹീൽ കമ്പനി ഫെവിക്കോളിൻ്റെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സാണ്. ഇവർ ന്യൂജേസ് ടെക്നോളജി ആയിട്ട് ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി 2024 കൂടി 1.5 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ഉയർത്തുന്ന കമ്പനിയായിട്ട് മാറി. കല്യാൺ ജ്വല്ലേഴ്സ് ബിസിനസ് അപ്ഡേറ്റ് വന്നു. ബിസിനസ് ഗ്രോത്ത് 29% വർദ്ധിച്ചു. US ഇവർ ആദ്യത്തെ സ്റ്റോർ ഇവർ ലോഞ്ച് ചെയ്യും. ഗൾഫിലെല്ലാം തന്നെ ഇവരുടെ സ്റ്റോറുകളെല്ലാം തന്നെ ഇവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു IPO പ്രൈസിൽ നിന്നൊക്കെ ഒരുപാട് ഉയരത്തിൽ പോയി കല്യാൺ ജ്വല്ലേഴ്സ്. കേരളത്തിൽ നിന്നുള്ള കമ്പനിയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ബേസിക് സ്റ്റോക്ക് മാർക്കറ്റും ക്ലാസ് റൂമിൽ ഇരുന്നും അതല്ല ഇവിടെ നമ്മുടെ കൊച്ചി ഓഫീസിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം, ഇൻസ്ട്രക്ടറായിട്ട് ബന്ധപ്പെടാം, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് പഠിക്കാം. താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് എത്താം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മുടെ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്കും വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മറ്റുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.